അരിക്കൊമ്പൻ സമിതി ശുപാർശകൾക്കെതിരെ ചിന്നക്കനാൽ നിവാസികൾ സമരത്തിലേക്ക്. ഈ മാസം 15-ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആലോചനാ യോഗം നടക്കും. സമിതിയുടെ ശുപാർശകൾ ചിന്നക്കനാലിലെ ജനജീവിതത്തെയും ടൂറിസത്തെയും ദോഷകരമായി ബാധിക്കുമെന്നാണ് ആരോപണം. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. പ്രിൻസ്, ഈ സാധാരണക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തെ ആകെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. അവരുടെ പരാതി ഈ സമിതിയുടെ ശുപാർശകൾക്കെതിരെ ഏത് തരത്തിലാണ് ഉയർന്നു വരുന്നത്? വിശദാംശങ്ങൾ. അരിക്കൊമ്പനെ കാട് മാറ്റിയതിനു ശേഷമാണ് ചിന്നക്കനാൽ മനുഷ്യ വന്യജീവി സംഘർഷത്തെക്കുറിച്ച് വ്യക്തമായ ഒരു പഠനം നടത്താൻ വേണ്ടി വിദഗ്ധ സമിതി നിയോഗിച്ചത്. ഈ സമിതി കഴിഞ്ഞ ദിവസം കോടതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിക്കുന്നത് അരിക്കൊമ്പനെ ഒപ്പം ഇവിടെ മേഖലയിലെ മതികെട്ടാൽ ചോലയിലെ കാട്ടാനകളെ മാറ്റുന്നത് കാട്ടാനകൾ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് സംബന്ധിച്ചാണ്. ഇത് തടയുന്നതിനായി പ്രത്യേകമായി ഇടനാഴി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അത് ഇപ്രകാരം 80 ഏക്കർ 301 കോളനികളിലെ ജനജീവിതം പൂർണ്ണമായി ഇവിടുന്ന് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മതികെട്ടാൽ ചോല മുതൽ ദേവികുളം, പഴയ ദേവികുളം വരെയുള്ള ഇത്തരത്തിലൊരു ഇടനാഴി സ്ഥാപിക്കുന്നത്. ഒപ്പം ഈ മേഖലയിലുള്ള റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ തുടങ്ങിയവയുടെ എല്ലാം പ്രവർത്തനത്തെ ഇത് ബാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുന്ന കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സഫാരി അടക്കം നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും നിർത്തലാക്കുകയോ ചെയ്യണം എന്ന് ഈ സമിതി ശുപാർശ ചെയ്യുന്നുണ്ട്. ഏകദേശം 180ഓളം ജീപ്പുകളാണ് കൊളുക്കുമലയിലേക്ക് ജീപ്പ് സഫാരി നടത്തുന്നത്. അതുതന്നെ ഈ പൂർണ്ണമായും നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വലിയ തോതിൽ ടൂറിസത്തെ ഇവിടെ ബാധിക്കും. പ്രധാനമായും ഈ മേഖലയിൽ ആളുകൾ ഉന്നയിക്കുന്ന ഒരു കാര്യം, കൊളുക്കുമല മേഖലയിലേക്ക് കാട്ടാനകളുടെ സാന്നിധ്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല, കൊളുക്കുമല പ്രദേശത്തേക്ക് കാട്ടാനകൾ എത്താറില്ല, അങ്ങനെയുള്ളൊരു ആരോപണങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കൃത്യമായ പഠനം ഈ പ്രദേശത്തെക്കുറിച്ച് നടത്തിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം ചിന്നക്കനാൽ പഞ്ചായത്തിലെ ചിന്നക്കനാൽ മൂന്നാർ മേഖലകളിലെ പ്രധാന പാതകൾ ഒഴികെയുള്ള പാതകളിൽ രാത്രിയാത്രകൾ അവസാനിപ്പിക്കണമെന്നും വിനോദസഞ്ചാരികളടക്കം 7 മണിക്കുള്ളിൽ മുറികളിലേക്ക് തിരികെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നും ഒക്കെ ശുപാർശകൾ ഉണ്ട്. ഇത് തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് ഇടവരുത്തുന്നു. മേഖലയിലെ ടൂറിസം അപ്പാടെ നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത്. ഇതിനെതിരെയാണ് പ്രദേശവാസികൾ വലിയ തോതിലുള്ള പ്രക്ഷോഭത്തിന് ഒരുക്കുന്നത്. 15-ാം തീയതി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആലോചനാ യോഗം നടത്തുകയും തുടർ സമരങ്ങൾ ആലോചിക്കുകയും ചെയ്യും. എന്തായാലും ഈ മേഖലയിലെ കാട്ടാന ശല്യം ഉണ്ടാകാനുള്ള പ്രധാന കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവയ്ക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ വനമേഖലയിൽ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ശുപാർശകൾ അത് എത്തരത്തിൽ വർദ്ധിപ്പിക്കാമെന്നും സംബന്ധിച്ച ശുപാർശകൾ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നും ജനങ്ങൾ ആരോപിക്കുന്നുണ്ട്. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്.